പുണർതം നക്ഷത്രം. പുണർതം നക്ഷത്രം നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ധനാഗമന മാർഗമാണ് മെയ് 30 മുതൽ ജൂൺ 10 വരെ. പ്രത്യേകിച്ച് ഈ പുണർതം നാളിന്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുന്ന സമയമാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. ആ ഒരു ടൈമിൽ പുണർതം ആൾക്കാർക്ക് ഒത്തിരി അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം വരാനും പല രീതിയിലുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പൈസ വരാനും എടുക്കാനും ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള സിറ്റുവേഷനാണ് വരുന്നത്. കാരണം വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, അല്ലെ വണ്ടി മോടി പിടിപ്പിക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. പുതിയ വിവാഹാലോചനകൾ വരാനുള്ള സാഹചര്യങ്ങൾ, ഹസ്ബൻഡും വൈഫും ഒക്കെ നല്ല ഊഷ്മളമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെക്കാൻ, നല്ല സന്തോഷത്തോടു കൂടി ഹസ്ബൻഡും വൈഫും ഒക്കെ കഴിയാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പുതിയ വിവാഹാലോചനകൾ വരാനും പുതിയ കല്യാണം നടക്കാനും വീട്ടിൽ മംഗളാധിക കർമ്മങ്ങൾ നടക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഡ്രീംസ്, വളരെ കാലമായിട്ട് നടക്കത്തില്ല എന്ന് അല്ലെന്ന് ഒരു മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, ചില കാര്യങ്ങൾ നടക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അങ്ങനെ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമല്ലാത്തതായിട്ടുള്ള പല രീതിയിലുള്ള, അതുപോലെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചെടുക്കാൻ, പ്രസംഗിക്കാനൊക്കെ ഉള്ള കഴിവൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു എന്തെങ്കിലും ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സ്റ്റേജിലൊക്കെ ഇരുന്നുള്ള ആൾക്കാർക്കുള്ള ആ ഒരു ആത്മവീര്യം തിരിച്ചു വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, നല്ല അംബിഷ്യസ് ആയിട്ട് ഇരിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, എന്തു ആരോടും വിട്ടിത്തുറന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ കൈവരിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ജീവിതത്തിലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ധനാഗമനം വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, സഡൻ ഫൈനാൻഷ്യൽ ഗെയിന്, പുതിയ ഇൻകം ഓപ്പർച്യൂണിറ്റി വരാന്, അല്ലെ എക്സ്പെൻസ് കൺട്രോൾ ആകാന്, പ്രത്യേകിച്ച് മീഡിയ റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർ, ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതായിരിക്കും. നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെന്നൊരു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തുള്ള പല രീതിയിലുള്ള ധനാഗമനം വരാന്, സഡൻ ഫൈനാൻഷ്യൽ ഗെയിൻ, ആരെങ്കിലും ഒക്കെ കൊണ്ട് പൈസ തരാനുള്ള സാഹചര്യങ്ങൾ, നല്ല പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനും നല്ല പ്രണയ സല്ലാപങ്ങൾ നടത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാൻ, നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ, നല്ല ഫൈനാൻഷ്യൽ ഗെയിന്, നല്ല ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാൻ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള, അതെന്ന് പറഞ്ഞാൽ വേണമെന്നൊരു രാജയോഗം എന്ന് പറയും. കാരണം വളരെ നാളുകളായിട്ട് ഈ ഒരു രാശിക്കാര് അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം, പ്രത്യേകിച്ച് കൈനിറച്ച് പൈസ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ. കാരണം പറഞ്ഞാൽ ശുക്രൻ ഈ പറയുന്ന നിങ്ങളുടെ നാളിന്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുക, ഇവര് ശുക്രൻ പാസ് ചെയ്യുകയാണ്. അപ്പം ശുക്രന്റെ റേഡിയേഷനിൽപ്പെട്ട ബാറ്, ഡാൻസ്, ഗേൾസ്, വാട്ടവർ, ഈ ഒരു ശുക്രന്റെ ആയിട്ടുള്ള റേഡിയേഷനിൽപ്പെട്ട ആഡംബരവും നല്ല സമ്മാനാദികൾ ലഭിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെന്നൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെന്നൊരു റിലേറ്റീവ്സ് ആയിരിക്കാം, അവർ വന്ന് നിങ്ങൾക്ക് കമ്പനി വിടാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പൈസയുടെ ഷോർട്ടേജ് ഉണ്ടെന്ന് അത് പരിഹരിക്കപ്പെടാം. അങ്ങനെ പല രീതിയിലൊക്കെ ഉള്ള അനുഭവങ്ങളാണ് ഈ ഒരു രാശിക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് എന്ന് അടിച്ചു കഴിയുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ആ ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് അതൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാനും പഠിക്കണ്ട. പ്രത്യേകിച്ച് 3, 6, 10, 11 അങ്ങനെയൊക്കെ ഉള്ള പൊസിഷൻ രാഹു ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്ന് വരില്ല. ഈ രാഹുവും വ്യാഴമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്ന് വരിക 100% ലോട്ടറി വരെ അടിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 10 ദിവസം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജീവിതത്തിൽ പല രീതിയിലുള്ള ജീവിതത്തിൽ നിലവിൽ നിന്നായിട്ട് സാമ്പത്തികമായിട്ടോ പ്രശ്നങ്ങൾ മാറാനോ, ഇങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറി പൈസ ധനാഗമനം വരാനോ, അല്ല കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനോ, അങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ നിങ്ങളുടെ വ്യാഴവും മെർക്കുറിയും അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്നൊരു ഈ ഒരു അവസരത്തില് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് രാഹുവും മെർക്കുറിയും യൂപ്പിറ്ററും കണക്ട് ആണെന്നൊരു 100% കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വരെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതേമാതിരി നിങ്ങളുടെ ബർത്തിയാട്ടിലെ വ്യാഴവും കുജനും, അതായത് ചൊവ്വായും വ്യാഴവും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്നൊരു ഈ ഒരു സമയത്ത് ലാൻഡഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് 3, 6, 10 അങ്ങനെയൊക്കെ ഉള്ള നല്ല രാഹുവൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതാണെന്നൊരില്ല 100% ലോട്ടറി അടിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങളുടെ ബർത്തിയാട്ടിലെ ജൂപ്പിറ്റർ വീനസ്, അതായത് ഗുരുവും വീനസും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് വീട് വാങ്ങിക്കാനുള്ള യോഗം, അതുപോലെ ലോട്ടറി അടിക്കാനുള്ള, പ്രത്യേകിച്ച് 3, 6, 10, 11 അങ്ങനെയൊക്കെ ഉള്ള രാഹുവൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്ന് വരില്ല ലോട്ടറി വരെ അടിക്കാനുള്ള സാഹചര്യങ്ങൾ. അങ്ങനെ പല രീതിയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പല നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ ഒരു രാശിക്കാരെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ശുക്രന്റെ മേളിൽ കൂടെ പാസ് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ നാളിന്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഈ പാസ് ചെയ്യുന്ന ഈ ഒരു 10 ദിവസത്തേക്കാവും നിങ്ങൾക്ക് വളരെ നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതേമാതിരി
ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നൊരു ഇതിനകത്ത് ലിങ്ക് ഉണ്ട്. മെഡിക്കൽ അസ്ട്രോളജി, പഞ്ചപക്ഷി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, KP അസ്ട്രോളജി, ചന്ദ്രകലാനാടി, മൊബൈൽ ന്യൂമറോളജി, മിസ്റ്റിക് ട്രയാങ്കിൾ, അങ്ങനെ വെസ്റ്റേൺ ഉൾപ്പെടെ പല സബ്ജക്റ്റും ഉണ്ട്. അസ്ട്രോവാസ്തു റെയർ സബ്ജക്റ്റാണ്. അതുപോലെ ഇപ്പം നമുക്ക് വാസ്തു ആണേലും നമ്മളെങ്ങും പോകേണ്ട കാര്യമില്ല, ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ പിന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ, ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇവിടെയൊക്കെ നമുക്ക് കറക്റ്റ് റിപ്പോർട്ട് ചെയ്യാനും, അതല്ലെന്ന് ഒരു വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വരിക അതിന് ഫീസ് കൂടും. അപ്പോൾ അത് നമുക്ക് അങ്ങനെയും ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കിയിരിക്കുക. കാരണം അസ്ട്രോവാസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഈ ഉള്ള 8 ഡയറക്ഷനുള്ള വാസ്തുവല്ല, നമ്മൾ ചെയ്യുന്ന 16 ഡയറക്ഷനും അതിൻ്റെ ദേവതമാരും പിന്നെ 9 ഗ്രഹങ്ങളും ഓരോന്ന് ഭരിക്കുന്നതും ഇവിടുത്തെ പഞ്ചഭൂതങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഡീപ്പായിട്ട് പോകുമ്പോൾ. അപ്പം മനസ്സിലാക്കിയിരിക്കുക. അപ്പം എല്ലാ സയൻസും നമ്മുടെ അടുത്ത് ഉണ്ട്, ഒരുപാട് സയൻസ്. അതിവിടെ ഒരുപാട് എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് പല ആൾക്കാരും ഇപ്പോഴത്തെ ഇതിലൊക്കെ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ട് പോകാനും സൂര്യനിലോട്ട് ചന്ദ്രനിലോട്ട് പോകാനും ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലോട്ട് വരാനും 108 ടൈംസ് എന്ന അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ 108 ടൈംസ് വരാൻ കാരണം 108 പാദങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അതായത് 27 നക്ഷത്രങ്ങളും 4 പാദമായപ്പോൾ 108. അപ്പം നാസ പോലും വന്നിട്ട് ലെസ് ദാൻ 200 ഇയേഴ്സേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇവിടെ ഒരു സയൻസ് ഉണ്ട്. ഇവിടെ അനന്തതി, വസിഷ്ഠ, ധ്രുവ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് വാസ്കോഡിഗാമയുടെ സമയത്തൊക്കെ ട്രാവൽ ചെയ്യാൻ മനുഷ്യൻ പഠിച്ചു. അങ്ങനെ ഒരുപാട് എനർജിയും കാര്യങ്ങളും. ഇപ്പോൾ 6666 കണക്ക്, നോർത്ത് പോൾ, സൗത്ത് പോൾ, ഈജിപ്തിലെ പിരമിഡ്, ഇതൊക്കെ ഇങ്ങനെ വന്നു, എങ്ങനെ ഈ കോമ്പിനേഷൻ, കൈലാഷ് മൗണ്ടിന് അല്ലെന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കോമ്പിനേഷൻ, 6666.6 അല്ലെന്ന രീതിയിൽ നമ്മുടെ ഇപ്പോൾ ഈ ബെർമുഡ ട്രയാങ്കിൾ, ഈ കണക്ടിവിറ്റിയൊക്കെ എങ്ങനെ വന്നത്. അപ്പോൾ ഒന്നും മനസ്സിലാക്കുക, ഇവിടെ ഒരുപാട് എനർജി ഉണ്ട്. ഇവിടെ അന്ധതയല്ല, ഇവിടെ ഒത്തിരി സയൻസാണ്. പിന്നെ ഒരു പ്രശ്നശാസ്ത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫ്രണ്ടുണ്ട്, അത് ഫ്രോഡാണെന്ന് വരെ നമുക്കറിയാനുള്ള സയൻസ് ഇവിടെ ഉണ്ട്. അല്ലെന്നൊരു കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും, എങ്ങനെയൊക്കെ, അങ്ങനെ ഓരോ കാര്യത്തിനും കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സയൻസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക നമ്മുടേത്. അപ്പം ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ലിങ്ക് ഉണ്ട്, അല്ലെന്നൊരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.